നമ്മൾ ആദ്യം വന്ന ആ കാഴ്ചയിൽ കണ്ട ചാക്കോച്ചനും അതേ ചെറുപ്പമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ശബ്ദം കുറച്ചും കൂടെ ചെറുപ്പമായത് ആ സൗണ്ട് തന്നെ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ദൈവാധീനം അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ, അത് കാരണം അതിന് പ്രത്യേകിച്ച് ഒരു എന്താണ് ആഹാര രീതിയോ അല്ലെന്നുണ്ടെ ഒന്നുമില്ല. ഭഗവാൻ ഏതോ ഒരു ശക്തി. അതൊന്ന്. രണ്ട്, ഈ എം ജി അണ്ണൻ വോയിസ് റെസ്റ്റ് അങ്ങനെയൊന്നുള്ള കളി. നമ്മള് ഒരു മാസമൊക്കെ ഞാനും എം ജി അണ്ണനും കൂടെ അമേരിക്കയിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. ഒരു മാസം 19 ഷോ എം ജി അണ്ണന്റെ കൂട്ടത്തില്. തണുപ്പാണ്, യാത്രയാണ്, ഉറക്കനിപ്പാണ്. പക്ഷേ വോയിസ് റെസ്റ്റ്, വണ്ടിക്കകത്തിരുന്ന് വർത്താനം എല്ലാം കഴിഞ്ഞ് തട്ടിട്ട് കയറിയ ഫുൾ നോട്ട് കറക്റ്റ് റെക്കോർഡ് പൊളിക്കുമല്ലേ എല്ലാ സ്റ്റേജിലും എല്ലാം കടവുൾ. അല്ല ഒന്നുമില്ല വിഷു. കാരണം നമ്മൾ വിചാരിക്കുകയാണ് അതാ ഇന്നങ്ങോട്ട് പാടി തകർക്കും എന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല. ഷാർജയില് ഒരു ഷോ 7 മണിക്ക് തുടങ്ങി. അപ്പോ ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പം ഞാൻ വിചാരിച്ച എല്ലാവരും കുറച്ച് പേര് പാടാൻ കാണും. അത് എന്റെ 45ാമത്തെ വർഷം, 40 വർഷം അതിന്റെ സെലിബ്രേഷനാണ്. പാടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എത്രന്ന് വെച്ച് പാടും. പാടെന്ന് പറയണില്ലേ? ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തുള്ളൂ, ബാക്കിയുള്ളവരെ കൊണ്ട് പാടി. ഇല്ല, ഇത് 2 പാട്ടും കൂടി പാടിയിട്ട് പോവാം. അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നോ? അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് തുടങ്ങി 11:15. അപ്പൊ ഒരു 5 പാട്ട് പാടിയിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഫീമെയിൽ വരും. അപ്പൊ ഞാൻ പോകുന്നത് ഇങ്ങനാ പോകുന്നത്. കാരണം നിന്നിട്ട് മുട്ട് മടങ്ങുന്നില്ല, മടിയായി പോയി. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മിഥുൻ എന്റെ അടുത്ത് വന്നു, 11 നിർത്ത്. എന്നിട്ട് അപ്പൊ ഇതെല്ലാം നിർത്താൻ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പറയണേ, ഞാൻ 2 പാട്ട്, ഒരു തമിഴ് പാട്ടും ഒരു ഹിന്ദി പാട്ടും ഇതിന് പറഞ്ഞോ ഇല്ലയോ അവിടെ പാടിച്ചിട്ട് വന്നിട്ടുണ്ട്, അതും കൂടി പാടാൻ എനിക്ക് അനുവാദം തരുമെന്ന്. ഞായറാഴ്ച അടുത്ത ദിവസം സ്കൂളും ഓഫീസും ഉള്ളത്. വെറുതെ അല്ലേ ഇവരൊക്കെ ലെജൻഡറി പറയുന്നത്.